മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് നടി ഉഷ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഇപ്പോഴിതാ മലയാളികളുടെ പ്രിയപ്പെട്ട നടി ശോഭനയും മമ്മൂട്ടി ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമം നടന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കമൽ സംവിധാനം ചെയ്ത മഴയത്തും മുൻപേ എന്ന ചിത്രത്തിൽ നായകൻ മമ്മൂക്കയാണെന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ശോഭനയുടെ റോളിൽ ആദ്യമേ കണ്ടത് ശോഭനയെ തന്നെയായിരുന്നു. ഇത് മമ്മൂക്ക അറിഞ്ഞതോടെ വേറെ ഏതെങ്കിലും നടിയെ അഭിനയിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കൂടാതെ മമ്മൂക്ക കുറേ നടികളുടെ പേരും പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന ആനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ പെണ്ണിനെ കണ്ടാൽ ആണാണെന്നല്ലേ തോന്നുക എന്നും മമ്മൂട്ടി പറഞ്ഞു എന്നാണ് കമൽ ഇപ്പോൾ പറയുന്നത്. സംഭവം എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. അതായത് മമ്മൂട്ടി, ശോഭന, ആനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് കമൽ ഈ ചിത്രം ഒരുക്കിയത്. മുരളി ഫിലിംസിന്റെ ബാനറിൽ VP മാധവൻ നിർമ്മിച്ച ചിത്രം 1995 പുറത്തിറങ്ങുന്നത്. ഒരു വനിതാ കോളേജിൽ അധ്യാപകനായി എത്തുന്ന മമ്മൂട്ടിയും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയായിരുന്നു ഈ ചിത്രം. ഇപ്പോഴിതാ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റിംഗ് നടത്തിയതിനെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോഴാണ് സംവിധായകൻ കമൽ ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നതും. അതായത് കമൽ പറയുന്നത് ഇങ്ങനെയാണ്: സഹസംവിധായകനായിരിക്കെ പല പടങ്ങളിലും ഞാൻ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ സംവിധായകനായതിനു ശേഷം മോഹൻലാലിനൊപ്പമായിരുന്നു കൂടുതൽ പടം ചെയ്തത്. 4-5 പടം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ മമ്മൂക്കയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞത് താൻ മോഹൻലാലിനെ വെച്ചല്ലേ പടം ചെയ്യുകയുള്ളൂ എന്നാണ്. എന്തായാലും മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാൻ വളരെ വൈകി. ചമ്പക്കുളത്തച്ഛൻ്റെ വിജയത്തിന് പിന്നാലെ ഞാനും സിനിമയുടെ പ്രൊഡ്യൂസറായ മാധവൻ നായരും ശ്രീനിവാസനും ഇരിക്കുമ്പോഴാണ് മമ്മൂട്ടിയെ വെച്ചൊരു പടത്തിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ ശ്രീനി മമ്മൂക്കയെ വിളിച്ചു. അതിനെന്താ, സ്ക്രിപ്റ്റ് ആലോചിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് മഴയത്ത് മുൻപേലേക്ക് എത്തുന്നത്. കുറേ കഥ ആലോചിച്ച് ശരിയായിരുന്നില്ല. അവസാനം വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ കഥ ആയാൽ എന്താ എന്ന് ശ്രീനിവാസൻ ചോദിച്ചു. അങ്ങനെ മമ്മൂക്കയെ വിളിച്ച് ശ്രീനി പറഞ്ഞപ്പോൾ താൻ എന്താ എന്നെ കളിയാക്കുകയാണോ, സുന്ദരനായ ലെക്ചറാണെന്നല്ലേ പറഞ്ഞത്, ഞാനെന്താ സുന്ദരനല്ലേ എന്നൊക്കെ മമ്മൂക്ക തമാശ രീതിയിൽ ചോദിച്ചു. സുന്ദരനായ നിങ്ങളും സുന്ദരനല്ലാത്ത ഞാനും അധ്യാപകരായി എന്ന് ശ്രീനി ചിരിച്ചോണ്ട് പറഞ്ഞു. അതും കേട്ട് മമ്മൂക്ക ചിരിച്ചു. കൊള്ളാവുന്ന ഐഡിയ ആണല്ലോ, നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളെടുത്ത് സ്ക്രിപ്റ്റായി. 1995 സിനിമ ചെയ്യുന്നത്. സ്ക്രിപ്റ്റൊക്കെ കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. കഥയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കാസ്റ്റിംഗ് ആയിരുന്നു പ്രശ്നം. ശോഭനയുടെ റോൾ ഞങ്ങൾ അവരുടെ പേര് ആദ്യമേ പറയുന്നുണ്ട്. ഞാനും ശോഭനയും കുറേ പടത്തിലായി ഒരുമിച്ച് വേറെ നടിയെ ആലോചിക്കൂ എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. തുടർന്ന് മമ്മൂട്ടി തന്നെ കുറച്ച് നടിമാരുടെ പേരും പറഞ്ഞു. പക്ഷേ ആ ക്യാരക്ടർ ഒരു തളർന്നിരിക്കുന്ന ഡാൻസറുടേതാണ്. അതുകൊണ്ട് തന്നെ ഡാൻസറായ ശോഭന തന്നെ മതിയെന്ന തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. മാത്രമല്ല, ഡാൻസറായ ശോഭന ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നും ഞങ്ങൾ പറഞ്ഞു. പക്ഷേ മമ്മൂക്കയ്ക്ക് അത് അത്ര തൃപ്തിയില്ലായിരുന്നു. കാരണം തുടർച്ചയായി അഭിനയിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ശോഭനയെ മാറ്റാൻ പറഞ്ഞത്. ഇതിനു പിന്നാലെ ആനിയിലേക്ക് വന്നപ്പോൾ അമ്മയാണ് സത്യം എന്ന ബാലചന്ദ്ര മേനോൻ്റെ സിനിമയിലാണ് അവർ ആദ്യം അഭിനയിക്കുന്നത്. വേറെ പടങ്ങളിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ആ പടത്തിലെ അവരുടെ പ്രകടനം എനിക്കിഷ്ടമായി. അങ്ങനെ മമ്മൂക്കയോട് ആനിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ആ പെൺകുട്ടിയെ കണ്ടാൽ ആണാണെന്നല്ലേ തോന്നുക, അങ്ങനെ ഒരാൾ പറ്റില്ലല്ലോ എന്നാണ് മമ്മൂക്ക ആദ്യം പറഞ്ഞത്. നമുക്ക് ആണത്വമുള്ള പെണ്ണത്വമുള്ള പെണ്ണിനെയാണ് വേണ്ടതെന്ന് തമാശ പറഞ്ഞു. അങ്ങനെയാണ് ആനിയിലേക്ക് എത്തുന്നത്. ആനിയുടെ രണ്ടാമത്തെ സിനിമയാണ് മഴയത്ത് മുൻപേ. മഞ്ജു പിള്ളയുടെയൊക്കെ തുടക്ക പടമാണ്. അങ്ങനെ പല നല്ല ആർട്ടിസ്റ്റുകളും വന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു എന്നാണ് കമൽ വ്യക്തമാക്കുന്നത്. എന്നാൽ അവനെ മാറ്റി നിർത്തുകയും അതുപോലെ തന്നെ ഉഷയുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞതോടെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വൻ വിമർശനങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇടവച്ചിരിക്കുകയാണ്. നിലവിൽ നിരവധി പേരാണ് ഇതിന് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.